ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ മഹാനവർകൾ അനുഭവിച്ച ത്യാഗമത്രയാണ്. അറിയില്ലേ ബീവി ഫാത്തിമത്തു സുഹ്റാ, ആ ഹബീബായ തങ്ങൾ കോടാനുകോടി മനുഷ്യരെ വരെ അവിടെ പ്രണയിക്കാനുണ്ട്. ലക്ഷോപലക്ഷം സ്വഹാബത്ത് എന്തിനും റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഹബീബായ തങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോ കണ്ണീരൊലിപ്പിക്കാതെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഹബീബിന്റെ സമീപത്തേക്ക് വിവാഹം കഴിച്ചു പറഞ്ഞയച്ച പ്രിയപ്പെട്ട മകൾ ബീവി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വാപ്പേ ഞാൻ വല്ലാത്ത ടെൻഷനിലാണ്, എനിക്കൊരു പുതപ്പ് തരാനുണ്ടോ ഉപ്പാ? വിവാഹം കഴിച്ചു പറഞ്ഞയച്ച മോള് കിടക്കാൻ ഒരു പുതപ്പ് ചോദിച്ചു ഉപ്പയിലേക്ക് വരുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച മകള് കിടക്കാൻ ഒരു പുതപ്പില്ലാത്തതിന്റെ പേരിൽ പുതപ്പ് ചോദിച്ചു വരുമ്പോ ഒരു വാപ്പാന്റെ മനസ്സ് പിടയുകയില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വാപ്പേ ഒരു പുതപ്പ് വേണം. നബി തങ്ങൾ പറഞ്ഞു, മോളെ, അല്ലാഹ് ഇവിടേക്ക് പറഞ്ഞു വിട്ടത് പുതപ്പ് പുതച്ചി കിടന്നുറങ്ങാനല്ല. മോളെ, ഇപ്പൊ വീട്ടിൽ പോയി ഞാനങ്ങ് വരാം. ഫാത്തിമ ബീവിക്ക് ടെൻഷനായി, റബ്ബേ ഇത്ര കാലം പുതപ്പില്ലാത്തത് ഞാൻ മാത്രം ഒതുക്കി വെച്ച സങ്കടമായിരുന്നു, ഇനി എന്റെ വാപ്പാക്കും അതൊരു വിഷമമായല്ലോ അല്ലാഹ്. ഫാത്തിമ ബീവി ഹബീബിനോട് പറഞ്ഞു, നബിയേ, കിടക്കാൻ സുഖം കൂട്ടാൻ വേണ്ടി പുതപ്പ് ചോദിച്ചതല്ല. ഹബീബായ തങ്ങള് പറഞ്ഞു, മോളെ, 3 കൊല്ലം മുമ്പ് ഞാൻ തന്ന പുതപ്പില്ലേ, അതെവിടെ? മോളെ, എന്റെ അടുത്ത് പൈസയുണ്ട്, പക്ഷേ ആ പണം പാവങ്ങളായ പല സ്വഹാബത്തും വഫാത്താകുമ്പോ അവരെ ജനാസ മുന്നിൽ വെക്കുമ്പോ പലരും കടക്കാരാണ് മോളെ. എന്റെ പാവപ്പെട്ട സ്വഹാബത്ത് കടക്കണിയിൽ പെട്ട് മരിക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. അതുകൊണ്ട് അവരുടെ കടം വീട്ടുന്നതിലേക്ക് ഞാൻ എടുത്തു വെച്ച പണമാണുള്ളത്. ഉടനെ തന്നെ ഫാത്തിമ ബീവി പറയാണ്, ഉപ്പാ, എന്റെ ടെൻഷൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതല്ല. നിങ്ങൾ എനിക്ക് 3 കൊല്ലം മുമ്പ് തന്ന പുതപ്പവിടെയുണ്ട്. ആ പുതപ്പാണ് രാത്രി സമയത്ത് ഞങ്ങൾ ആ പുതപ്പും പുതച്ച് കിടന്നുറങ്ങും. രാവിലെ എത്തിയാൽ ഞങ്ങളെ വീട്ടിലെ ഒട്ടകത്തിനു തീറ്റ കൊണ്ടുവരാൻ ചാക്കായി ഉപയോഗിക്കുന്നത് ആ പുതപ്പാണ് ഉപ്പാ. അങ്ങനെ രാവിലെ ഞങ്ങൾ ആ പുതപ്പുമായി ഒട്ടകങ്ങൾക്ക് വേണ്ട തീറ്റ ശേഖരിക്കാൻ വേണ്ടി പോയി. ആ പുതപ്പിൽ ഭാണ്ഡക്കെട്ടുകളെ പോലെ തീറ്റകൾ നിറച്ച് വൈകുന്നേരം ആ ഒട്ടകത്തിന്റെ തൊഴുത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടു. വിശന്നൊട്ടിയ ഒട്ടകങ്ങൾ ആർത്തിയോടെ പുതപ്പിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരുടെ വായയിൽ തീറ്റയോടുകൂടെ പുതപ്പും പെട്ടതിന്റെ പേരിൽ അത് നിറയെ ദ്വാരമാണ്.
ആ ദ്വാരം നിറഞ്ഞ പുതപ്പിലാ ഞാനും അലിയാരുതങ്ങളും കിടന്നുറങ്ങുന്നത്. രാവിലെ ആ പുതപ്പ് പിരിച്ച് രാത്രി ആ പുതപ്പ് വിരിച്ച് കിടന്നുറങ്ങുമ്പോ രാവിലെയാകുമ്പോഴേക്കും ഞങ്ങളെ ശരീരം നിറയെ പൊടിതൂളികളെ കൊണ്ട് നിറഞ്ഞ് മണ്ണിൽ കുളിച്ചിരിക്കുകയാണ്. കഷ്ടപ്പാട് കൊണ്ട് വന്നതാണ്, അതല്ലാതെ ഉറക്കിന് സുഖം കൂട്ടാൻ വേണ്ടി പുതപ്പ് തേടി വന്നതല്ലേ ഉപ്പാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു. മുഅ്മിനീങ്ങളെ, നമ്മളിൽ നിന്ന് വിവാഹം കഴിച്ചുപോയ മോളാണി പരാതിയുമായി വരുന്നതെങ്കിൽ ഒരു വാപ്പാക്ക് അടങ്ങിക്കേൾക്കാൻ പറ്റുമോ? ഒരു ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, മോളെ പോകണം, ഞാൻ ഇന്ന് രാത്രി അവിടെ വരുന്നുണ്ട്. ഹബീബായ തങ്ങൾ പോയിട്ട് പറയുന്നു, ഫാത്തിമ കിടക്കാൻ നേരം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇതും ചൊല്ലി കിടന്നുറങ്ങണേ മോളെ. നബിതങ്ങൾ ആത്മീയമായ കരുത്തിന്റെ ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മടങ്ങുകയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളുടെ കുടുംബത്തിലെ ചെറിയ ഒരേടാ ഞാനിവിടെ പറഞ്ഞത്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഇതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ നമുക്ക് ദുആ ചെയ്യണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ വന്നു നബിയോട് പറഞ്ഞു, നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് വന്നു പരാതി മകൾ പറയുന്നു. ഹബീബായ തങ്ങൾ അവിടുത്തെ ഖമീസ് ഉയർത്തിയിട്ട് പറഞ്ഞു, മോളെ, നീ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായെങ്കിൽ വാപ്പയായ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 7 ദിവസമായി മോളെ. ലോകത്തിന്റെ നേതാവ് 7 ദിവസം മുഴുപ്പട്ടിണിയിലാണ്. ഫാത്തിമ ബീവിക്ക് ടെൻഷൻ, റബ്ബേ, 3 ദിവസം പട്ടിണി കിടന്നപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 7 ദിവസം പട്ടിണി കിടക്കുന്ന വാപ്പയോട് എന്റെ പരാതി കൂടെ പറയുമ്പോ വാപ്പാന്റെ ടെൻഷൻ എത്രയാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, ഉപ്പാ, എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് വന്നതല്ല. എനിക്ക് 2 മക്കൾ ഹസനൈനി റളിയല്ലാഹു അൻഹുമ ഉള്ള വിവരം വാപ്പാക്കറിയില്ല ഉപ്പാ. അവരിങ്ങനെ കടന്ന് പെടയുമ്പോ എന്റെ മുലയിലേക്ക് അവരെ വായ വെച്ച് കൊടുക്കുമ്പോ ഞാൻ പട്ടിണിയായതിന്റെ പേരിൽ അവർക്ക് കുടിക്കാൻ എന്റെ മുലയിൽ പാലില്ല ഉപ്പാ. അവരെ പെടഞ്ഞുള്ള നിലവിളി കേൾക്കാൻ പറ്റാത്തതിന്റെ പേരിൽ 2ഉം കൽപ്പിച്ച് ഉപ്പാന്റെ വീട്ടിൽ വന്നതാണ്. ഇവിടെ വല്ല ഉണക്കറൊട്ടിയുമുണ്ടെങ്കിൽ അതും കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആ നടത്തത്തിനിടയിൽ ആ ഭക്ഷണം പാലായി എൻ്റെ മുലയിൽ വന്നാൽ മക്കൾക്കു നൽകാമല്ലോ. ആ
പ്രതീക്ഷയിൽ വന്നതാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത വിഷമമായി. റബ്ബേ, മക്കളോട്, ചെറിയ മക്കളോട് വളരെയേറെ കാരുണ്യം കാണിക്കുന്ന നേതാവ് വേഗം ഖമീസ് ധരിച്ചു തന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. എന്തിനാണ് ഇറങ്ങുന്നത്? വല്ല ജോലിയും തരപ്പെടുമോ? ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് വല്ല ഭക്ഷണവും വാങ്ങി എന്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവ് ഒരു നേരത്തെ പശിയടക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചിറങ്ങാണ്. അപ്പോഴാണ് മദീനയുടെ മറുഭാഗത്ത് നല്ല മതിൽ കെട്ടുള്ള തോട്ടം കാണുന്നു. ആ തോട്ടത്തിന്റെ ഗേറ്റ് അല്ലാഹുവിന്റെ ഹബീബ് തുറന്നപ്പോൾ ഒരഅറാബി തോട്ടം നനയ്ക്കുകയാണ്. ഹബീബായ തങ്ങൾ കയറിയിട്ട് ചോദിച്ചു, തോട്ടം നനയ്ക്കാൻ കൂലിക്കാരനെ വേണോ? അറാബിക്കിത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണെന്നറിയില്ല. ഈ നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അറാബി പറഞ്ഞു, വേണം, ആളെ വേണം. ഹബീബായ തങ്ങളോട് പറയാണ്, ഇക്കാണുന്ന കിണറിൽ നിന്ന് ഒരു തൊട്ടിൽ വെള്ളം മുക്കി ഈത്തപ്പന നനച്ചു കഴിഞ്ഞാൽ 3 കാരക്ക കൂലി നൽകാം. ഹബീബിന്റെ മനസ്സിൽ വിശന്നു കരയുന്ന മക്കളെ ചിത്രമാണ്. കൂലിയുടെ കനം നോക്കിയില്ല, പറഞ്ഞു, ജോലിക്കു ഞാൻ റെഡിയാണ്. ഹബീബായ തങ്ങൾ ജോലി ഏറ്റെടുത്തു. 1ാമത്തെ തൊട്ടിൽ കിണറിലിറക്കി വെള്ളം മുക്കി നനച്ചു. 2ാമതും ഇറക്കി നനച്ചു. 3ാമതും വെള്ളം മുക്കി നനച്ചു. 4ാമത്തെ തൊട്ടിലിറക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ കയറിൽ നിന്ന് തൊട്ടിൽ പൊട്ടി കിണറിൽ വീഴുകയാണ്. ബക്കറ്റ് കിണറിൽ വീണുപോയി. മേസ്തിരിയായി നോക്കി നിൽക്കുന്ന അറാബിക്കിത് സഹിച്ചില്ല. ദേഷ്യപ്പെട്ട് ഓടി വന്ന് ഹബീബായ തങ്ങളെ മുന്നിൽ വന്നു എല്ലാ ശക്തിയും സംഭരിച്ചിട്ട് ഫലതമ വജ്ഹഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ തങ്ങളെ 14ാം രാവ് പോലെ പ്രശോഭിതമായ മുഖത്തേക്ക് ഒരടി വെച്ചു കൊടുക്കുകയാണ്. അടിയുടെ ആഘാതം കൊണ്ട് ഹബീബായ തങ്ങൾ ആ എന്ന് പറഞ്ഞുവെന്നല്ലാതെ ആ അറാബിയെ തിരിച്ചു ചെയ്തില്ലെന്നു മാത്രമല്ല, അവിടുത്തെ മുഖത്തേക്ക് കറുത്ത ഒരു നോട്ടം പോലും നോക്കിയില്ല. നിഷ്കരുണം ഈ അറാബി മുത്തുനബി തങ്ങളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, നിബിതങ്ങൾ കോരിയ 3 തൊട്ടിലിന്റെ 9 കാരക്ക കൊടുത്തിട്ട് നിബിതങ്ങളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇത് നബിയാണെന്ന് അറാബിക്കറിയില്ല. ഹബീബായ തങ്ങൾ ആ 9 കാരക്കയും ഖമീസിൽ പൊതിഞ്ഞി ഇലാ ബൈത്തി ഫാത്തിമത സഹ്റാ
ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്നപ്പോ ഫാത്തിമ ബീവി കതക് തുറന്നപ്പോ ഹബീബിന്റെ മുഖം വിവർണമാണ്. ചുവന്ന് തുടുത്ത മുഖം കണ്ട് ചോദിച്ചു, എന്റെ ഉപ്പാനെ ആരാണ് ഉപദ്രവിച്ചതുപ്പാ? ഹബീബായ തങ്ങൾ പറഞ്ഞു, മോളെ വലുതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ പേരക്കുട്ടികളെവിടെ, മക്കളെവിടെ? ഹബീബായ തങ്ങൾ റൂമിൽ കയറിയിട്ട് ഹസനൈനി എന്ന 2 പിഞ്ചോപനകളെ എടുത്ത് നബി തങ്ങൾ ഇരുന്ന് ഒരു തുടയിൽ ഹസൻ തങ്ങളെയും മറ്റൊരു തുടഭാഗത്ത് ഹുസൈൻ തങ്ങളെയും കിടത്തി ആ കൂലിയായി കിട്ടിയ കാരക്ക ചീളുകളായി മുറിച്ച് വായയിലിട്ട് നന്നായി ചവച്ചിട്ട് ഈ മക്കളെ വായയിൽ വെച്ചു കൊടുക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ അറാബി അത്ഭുതപ്പെടുകയാണ്, റബ്ബേ ഞാൻ എത്ര ആരോഗ്യമുള്ള ഒരാളെയാ എന്റെ ശക്തി ഉപയോഗിച്ച് അടിച്ചത്, അയാൾ മറുത്തൊന്നും പ്രതികരിച്ചില്ലല്ലോ അല്ലാഹ്. വേദഗ്രന്ഥങ്ങളിൽ ഞാൻ തൗറാത്തിലും മറ്റും വായിച്ച അവസാന കാലത്ത് വരുന്ന പ്രവാചകനാണോ ഇദ്ദേഹം? എല്ലാ ലക്ഷണങ്ങളും നോക്കിയപ്പോ ഹബീബായ തങ്ങളാണെന്ന് ബോധ്യപ്പെട്ട അറാബി ഒരു ഭ്രാന്തനെ പോലെ ബുദ്ധിയുടെ ലെവല് തെറ്റി തോട്ടത്തിലൂടെ അവിടുന്ന് അട്ടഹസമുരുവിട്ട് നടക്കുകയാണ്, ഓടുകയാണ്. അപ്പോഴാണ് ഈത്തപ്പന കുല വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി ശ്രദ്ധയിൽപ്പെട്ടത്. ആ കടാര ഇടതുകൈയിൽ പിടിച്ചിട്ടു അറാബി തന്റെ വലതുകൈ നീട്ടിപ്പിടിച്ചു പറയാണ്, കയ്യേ നീ എന്റെ ശരീരത്തിലുണ്ട്, പക്ഷേ അവസാന കാലത്ത് വരുന്ന മുസ്തഫായ തങ്ങളെ അടിച്ച കയ്യായി പോയി. ഇനി നീ എന്റെ ശരീരത്തിൽ നിൽക്കുന്ന കാലമത്രയും അതെന്റെ ശരീരത്തിന്റെ നാശമാണ് എന്ന് പറഞ്ഞ് വലതുകൈ നീട്ടിപ്പിടിച്ച് ഇടതുകൈയിൽ കത്തിയും പിടിച്ച് ആഞ്ഞൊരു വെട്ടുകൊടുത്തു. അറാബിയുടെ വലതുകൈ തെറിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. വേഗം മുറിച്ചു മാറ്റപ്പെട്ട കൈമറുകയിൽ പിടിച്ച് ഇലാ ബൈത്തി റസൂലില്ലാഹ്, നബി തങ്ങളെ പള്ളിയിൽ ആദ്യം ചെന്നു. നബിയെ കണ്ടില്ല. സ്വഹാബ പറഞ്ഞു, ഫാത്തിമയുടെ വീട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അറാബി കയ്യും പിടിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നപ്പോ ഫാത്തിമ ബീവി കതക് തുറന്നപ്പോ ഒരാള് രക്തത്തിൽ കുളിച്ച് കൈമറുകയിൽ പിടിച്ച് വന്നിരിക്കുന്നു. നബിയോട് പറഞ്ഞു, വാപ്പാ എന്തൊക്കെയോ ഡേഞ്ചറസ് പ്രശ്നം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മനുഷ്യനതാ അപകടത്തിൽ വന്നിട്ടുണ്ട്. നബിതങ്ങൾ മക്കൾക്ക് വായയിൽ കൊടുക്കാണ്. ഈ അറാബിയോട് വീട്ടിൽ കേറി വരാൻ പറയുന്നു. ഹബീബായ തങ്ങൾ നബിതങ്ങളുള്ള റൂമിലേക്ക് അറാബി കയറിയപ്പോൾ നേരത്തെ കൊടുത്ത കാരക്ക ചീളുകളാക്കി മുറിച്ച് ചെറിയ ചീളുകളാക്കി വായയിലിട്ടു ചവച്ച് മക്കളെ വായയിൽ കൊടുക്കുന്ന ഹബീബായ തങ്ങളെ കണ്ടപ്പോൾ അറാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയാണെന്നൊരു വാക്കെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അത് മുഴുവനും നൽകില്ല നബിയേ.
കരകാണാ കാരുണ്യത്തിന്റെ കരുണക്കടലായ മുസ്തഫായ തങ്ങൾ വേഗമണീറ്റിട്ട് അഅറാബിയുടെ മുറിച്ചു മാറ്റപ്പെട്ട കൈപിടിച്ച് ആ മുറിക്കപ്പെട്ട ഭാഗത്തേക്ക് ചേർത്തു വെച്ച് ഹബീബിന്റെ ഉമിനീര് പുരട്ടി തടവിക്കൊടുക്കുന്നു. അഅറാബിയുടെ കൈ പൂർവസ്ഥിതിയിലാവുകയാണ്. ഉടനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അഅറാബി മുസ്ലിമായി തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യം പറ്റി അഅറാബി ഹിദായത്താവുകയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങള് നമ്മളെ കൂടെയുണ്ട്. പാവപ്പെട്ടവന്റെ കൂടെ മുസ്തഫായ തങ്ങളുണ്ട്. പണക്കാരന്റെ കൂടെയും നബി തങ്ങളുണ്ട്. ഉമ്മമാരെ കൂടെയും വാപ്പമാരെ കൂടെയും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഹബീബായ തങ്ങളുണ്ട്. ആ തങ്ങളെ ഹൃദയത്തിലേറ്റി നബി തങ്ങളെ വിളിച്ചാൽ ആ ഹബീബായ തങ്ങൾ വിളി കേൾക്കുമെന്നുറപ്പാണ്. നമ്മൾ ഹബീബായ തങ്ങളെ കണ്ടവരല്ല, കണ്ടവരെ കണ്ടവരുമല്ല. ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലത്തെ ഒരു വൃക്ഷത്തിന്റെ ഇലയാവാൻ പോലും അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങളെ വായിൽ നിന്ന് നബി തങ്ങൾ തുപ്പുന്ന ഉമിനീരേറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ മദീനയുടെ മണൽത്തരി എത്ര ഭാഗ്യം കിട്ടിയവരാണ്. ആ മണലിന്റെ ഭാഗ്യം പോലും നമുക്കില്ലല്ലോ. പിന്നെ നമ്മളെങ്ങനെയാ ഹബീബിന്റെ പേരും പറഞ്ഞവിടുത്തെ ശഫാഅത്തിൽ പങ്കെടുക്കുന്നത്? മഹാന്മാര് ഹബീബിനെ സ്നേഹിച്ചു. എഴുതിയവർ, എഴുതാൻ അറിയുന്നവർ നബിതങ്ങളെ എഴുതി നബിതങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. പാടാനറിയുന്നവർ ഹബീബിനെ പാടി നബിയിലേക്കെടുത്തു. നമുക്ക് ഹബീബിനു സമർപ്പിക്കാൻ വല്ലതുമുണ്ടോ? നമ്മുടെ നാടകങ്ങളിലെ മീലാദാഘോഷ പരിപാടി വരുമ്പോ ഘോഷയാത്രയിൽ നേരാവണ്ണം നടന്ന ചെരുപ്പിന്റെ തേയ്മാനമെങ്കിലും നമുക്ക് ഹബീബിനു കാണിച്ചു കൊടുക്കാനുണ്ടോ? ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഉറക്കമൊഴിച്ച കണ്ണിന്റെ കഥ നമുക്ക് പറയാനുണ്ടോ? ആ ഹബീബായ തങ്ങളിലേക്ക് എന്തും പറഞ്ഞ നമ്മൾ പോകുന്നത്? മഹാനരായ മടവൂര് ശൈഖുന ഹബീബായ തങ്ങളെ കണ്ട് നബിതങ്ങളിൽ നിന്ന് നൂറ് കിട്ടി. ഹബീബായ തങ്ങളെ വലിയ ആശിഖായി മാറി. ആ ശൈഖുനായുടെ കൈകൾ പിടിച്ച് നബിയിലേക്ക് നമുക്കെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസാറിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ ചെന്നപ്പോൾ ഹബീബായ തങ്ങളുടെ നിർദ്ദേശമല്ലേ അവിടുത്തെ പേര്? എന്റെ പേരും എന്റെ കൂടെ കിടക്കുന്ന സുദ്ദീഖ് തങ്ങളെ പേരും ചേർത്ത് വിളിക്കണമെന്ന് ഹബീബ് അവിടുത്തെ വാപ്പയോട് പറഞ്ഞില്ലേ? ആ ശൈഖുനായിലൂടെയാണ് നമുക്ക് ഹബീബിലേക്ക് എത്തണം. ശൈഖുനായുടെ മദദ് നമുക്ക് ലഭിക്കണം. അല്ലാഹുവേ,
ശൈഖുനാന്റെ മദദ് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം അല്ലാ. ഞങ്ങൾക്ക് പൂർണ്ണമായ കാവൽ നൽകണം റഹ്മാനേ.